ഹലോ. ചില അപ്പാപ്പന്മാരുടെ അടുത്തും ചില അമ്മമ്മമാരുടെ അടുത്തും പിന്നെ ചില പരദൂഷണം പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്തും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയോ? ഒരു പെങ്കൊച്ച് കുറച്ച് മെലിഞ്ഞിരുന്ന പറയും, അയ്യോ മോള് മെലിഞ്ഞു പോയല്ലോ, മോളുടെ വിചാരമൊന്നും തിന്നാൻ തരലില്ലേ ഇല്ലേ. കുറച്ച് തടിച്ചു കഴിഞ്ഞാ പറയും, അയ്യോ ഈ പെണ്ണ് എന്ത് തടിയാ, ഇതിന്റെ തീറ്റ ഒന്ന് കുറക്കാൻ പറ. അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, നിങ്ങൾക്കൊക്കെ എന്തിന്റെ കുഴപ്പമാ? നിങ്ങളുടെ ഒക്കെ സംസാരം കേട്ടാ തോന്നും നിങ്ങളുടെ വീട്ടില് നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ അരി, നിങ്ങളുടെ ചോറ്, നിങ്ങളുടെ ചിക്കൻ, നിങ്ങളുടെ മട്ടൻ, നിങ്ങളുടെ മീൻ, നിങ്ങളുടെ സാമ്പാർ ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നതെന്ന്. ആണോ? അല്ലല്ലോ. ഈ തടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടുകാരല്ലേ അതിന് തീറ്റ കൊടുക്കുന്നേ. ആ വീട്ടുകാർക്കോ ആ തടിയുള്ള പെണ്ണിനോ ഇല്ലാത്ത കുഴപ്പമാണ് നിങ്ങൾക്ക്. ഞാൻ മെലിഞ്ഞിരിക്കുന്ന വ്യക്തിയാ, അതിലെനിക്ക് ഒരു പരാതിയില്ല. ഞാൻ എങ്ങനെ ഇരിക്കുന്നു ആ ഇരിക്കുന്നതിൽ ഞാൻ സന്തോഷവതിയാണ്. അല്ലാണ്ട് നാട്ടുകാരെ ചില ആൾക്കാർക്ക് എന്താ സങ്കടം എന്നറിയാവോ? അച്ചോ കൊച്ചു മെലിഞ്ഞു പോയടി, എന്റെ കൊച്ചിനൊന്നും കൊടുക്കാറില്ലേ, എന്തേലൊക്കെ തിന്നാൻ കൊടുക്ക. ഇവരുടെ ഈ ഡയലോഗ് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കാരണം എന്താണെന്നറിയാം? ബഹുമാനം. വയസ്സിന് മൂത്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നതാ. മറിച്ച് ഈ ബഹുമാനമൊക്കെ അങ്ങ് മറന്ന് ഇത് കേട്ട് മടക്കുമ്പം ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പറ്റാതെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പറയും, ഞാൻ ആ കൊച്ചിനോട് മോളൊന്ന് മെലിഞ്ഞു പോയി എന്നല്ലേ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഒന്ന് തടിച്ചു പോയി എന്നല്ലേ പറഞ്ഞോളൂ, അതിനാണ് ആ മൂദേവി എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പറയത്തില്ലേ? നിങ്ങൾ പറയും. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് ആർക്കൊന്നും പറയാൻ പറ്റാത്തത്. അവർക്കറിയത്തില്ലല്ലോ നിങ്ങൾ ചോദിച്ചു മേടിക്കുന്ന എന്നുള്ളത്. ഒരു മെലിഞ്ഞിരിക്കുന്ന പെങ്കൊച്ചിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, തടിച്ചിരിക്കുന്ന കൊച്ചിന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ മക്കള് മെലിഞ്ഞിരിക്കുന്നോ തടിച്ചിരിക്കുന്നോ ഒക്കെ നോക്കുക. അല്ലാണ്ട് നാട്ടുകാരുടെ മക്കളെ മെലിഞ്ഞിരിക്കുവാണോ തടിച്ചിരിക്കുകയാണോ മേലാൽ ഇമാതിരി ഡയലോഗും കൊണ്ട് വല്ലയിടത്തും പോയി കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പോഴത്തെ പെൺപിള്ളേരാ പ്രതികരിക്കും. പെൺപിള്ളേരാണേലും ആൺപിള്ളേരാണേലും നല്ല രീതിയിൽ പ്രതികരിക്കും. അവ എന്ത് ചെയ്യും? മേടിച്ചു കൂട്ടും. എന്നിട്ട് പിന്നെ ഇരുന്ന് മോങ്ങിയിട്ട് എന്തില്ല കാര്യമില്ല. അത് വാങ്ങിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചെന്നങ്ങ് ചൊറിയ. ഓക്കേ. അല്ല പിന്നെ കുറെ കാലമായി ഞാൻ സഹിക്കാൻ പറഞ്ഞിട്ട്, മോളൊന്നും തിന്നാറില്ലേ. എനിക്ക് ഈ തടി മതി. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അത്ര വിഷമാണെങ്കിൽ മാസം ഒരു 10,000 രൂപ എന്റെ അക്കൗണ്ടിലോട്ട് അങ്ങ് ഇട്ട് തരിക. ഓക്കെ. അപ്പൊ എനിക്ക് വേണ്ടെന്നൊക്കെ മേടിച്ച് തിന്നിട്ട് ഞാൻ തടി വെക്കോ അല്ല മെലിഞ്ഞ് തന്നെ ഇരിക്കോ എന്നുള്ളത് കാണിച്ചില്ലേ. എന്ത് പറയുന്നു? പറ്റുമോ? പറ്റത്തില്ലല്ലോ. അതെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ മോളെ ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ പറയുന്ന ആൾക്കാര് ആദ്യം എന്റെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് തരാ. ശരി എന്നാ, എന്നിട്ട് നമുക്ക് കാണാം. അല്ല പിന്നെ അതങ്ങേക്ക് ഉപദേശിക്കും. ശരി എന്നാ.